ഹരേ കൃഷ്ണ. ജൂലൈ മാസം കർക്കിടക രാശിക്കാർക്ക് നവഗ്രഹങ്ങളുടെയും 12 ഭാവങ്ങളുടെയും പ്രഭാവം എന്തൊക്കെയെന്ന് നോക്കാം. ജൂലൈ മാസത്തിൽ കർക്കിടക രാശിക്കാർക്ക് 5 പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. അത് ഏതൊക്കെയെന്ന് നോക്കാം. കൂടാതെ നിങ്ങളുടെ ഗ്രഹചലനങ്ങൾ, ജോലി, ധനം, കുടുംബം, ആരോഗ്യം, ആത്മീയമായ പരിഹാരങ്ങൾ എന്തെല്ലാമെന്ന് ഉൾപ്പെടുത്തിയതാണ് ഈ വീഡിയോ എല്ലാവരും എൻഡ് വരെ കാണുക. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്, ദയവായി കാണുക. ഗ്രഹസ്ഥിതി എന്താണെന്ന് നോക്കാം. സൂര്യൻ്റെ പരിവർത്തനം. ഇപ്പോൾ സൂര്യൻ 12ാം ഭാവത്തിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. ജൂലൈ 16 മുതൽ സൂര്യദേവൻ നിങ്ങളുടെ സ്വന്തം രാശിയിലേക്ക് സ്ഥാനചലനം ചെയ്യുന്നു. ഇവിടെ സൂര്യൻ്റെയും ബുധൻ്റെയും കൂടി ഒരു ബുധ ആദിത്യ രാജയോഗം തന്നെ സൃഷ്ടിക്കും. ഈ പ്രവചനം ചന്ദ്രരാശിയെ അടിസ്ഥാനപ്പെട്ടിട്ടുള്ളതാണ്. ലഗ്ന രാശി ആയിട്ടുള്ളവർ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടും, കുറച്ച് 50-50 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഫലം. ജൂലൈ 16 ശേഷം ജോലിയിലുള്ളവർക്ക് പുതിയ അവസരങ്ങൾ വരാനിടയുണ്ട്. ജോലി ഇല്ലാത്തവർക്ക് പുതിയ അവസരങ്ങൾ കിട്ടുന്നതിനും നല്ല സമയമാണ്. പ്രൊജക്റ്റിൻ്റെ വിജയങ്ങൾ, നല്ല പ്രൊജക്റ്റ് കിട്ടുന്നതിനും, എൻട്രൻസ് എക്സാം ഒക്കെ എഴുതുന്നവർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതിനും ഒക്കെയുള്ള നല്ലൊരു സമയമാണ് ഈ സമയം. ജൂലൈ 16 മുമ്പ് സൂര്യൻ നിങ്ങളുടെ 12ാം ഭാവത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പാഴ്ചിലവുകൾ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് ചിലവൊക്കെ നിങ്ങൾ കുറച്ച് കൺട്രോൾ ചെയ്ത് ജീവിക്കുക. 16 ശേഷം അത്രയും വരികയില്ല. ജൂലൈ 16 സൂര്യൻ നിങ്ങളുടെ സ്വന്തം രാശിയിൽ വരുമ്പോൾ ഈ പ്രശ്നം തീരുകയും ചെയ്യും. അപ്പോൾ അതുവരെ നിങ്ങളുടെ ചിലവുകളൊക്കെ കുറച്ചൊന്ന് ചുരുക്കി കൺട്രോൾ ചെയ്ത് ജീവിക്കുക. 5ാം ഭാവത്തിൻ്റെ സ്വാമിയായ ചൊവ്വ നിങ്ങളുടെ ധനഭാവത്തിൽ വരുന്നു. ഈ സമയം നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമൃദ്ധിയും സുഖവും എല്ലാം കിട്ടുന്ന ഒരു സമയമാണ്. നിങ്ങളിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടാകുന്നതിനും ഒക്കെയുള്ള ഒരു സമയമാണ് ആ സമയം. 5ാം ഭാവം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ്റെ കൂടെയാണ്. അപ്പോൾ പുതിയ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് നല്ലൊരു അവസരം തന്നെ വന്നു ചേരുന്നതിനുള്ള സമയമാണ് ഇത്. വ്യാഴം 12ാം ഭാവത്തിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രാൻസ്ഫറിനും അനുകൂലമായ ഒരു സമയമാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി സ്വന്തം ഭാവത്തിൽ വരുമ്പോൾ ജോലിയിൽ സ്ഥിരത ഉണ്ടാകുന്നതിനുള്ള യോഗവും ഉണ്ട്. ബിസിനസ്. 10ാം ഭാവത്തിൻ്റെ സ്വാമി ശനിദേവ് ഈ സമയം വക്രി അവസ്ഥയിൽ വരുന്നത് കൊണ്ട് നിങ്ങളുടെ വ്യാപാരത്തിലുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത് അതെല്ലാം മാറുന്നതിനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് ഒരു അശാന്തി, ഒരു വാദപ്രതിവാദം ഒക്കെ വരുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്താണെന്നാൽ ശനിദേവ് വക്രിയാവസ്ഥയിൽ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. ശനിദേവ് ജൂലൈ 13 മുതൽ നവംബർ 28 വരെ വക്രസ്ഥിതിയിലായിരിക്കും. ഈ സമയത്തിൽ നിങ്ങളുടെ ഭാഗ്യത്തിന് ചെറിയൊരു കുറവ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ എല്ലാം നോക്കിക്കണ്ട് ചെയ്യുക. ചൊവ്വ ധനഭാവത്തിൽ ഇരിക്കുന്നത് കൊണ്ട് സ്വന്തം അധ്വാനം കൊണ്ട് ധനപ്രാപ്തിക്കുള്ള വളരെയേറെ സാധ്യതയാണ് കാണുന്നത്. ജൂലൈ 28 ശേഷം ചൊവ്വ 3ാം ഹൗസിൽ വരുന്നു, 3ാം ഭാവത്തിൽ വരുന്നു. ഈ സമയം നിങ്ങൾക്ക് ധനപരമായി വലിയ രീതിയിലുള്ള നേട്ടം, സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ മാസം ശുക്രൻ നിങ്ങളുടെ 11ാം ഭാവത്തിൽ വരുന്നതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഡിസയേഴ്സ് എന്തൊക്കെയുണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് സഫലീകരിക്കുന്നതിനുള്ള, അത് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള സമയമാണ് ഈ സമയം. ജൂലൈ 28 നിങ്ങൾക്ക് മുതിർന്ന സഹോദരന്മാർ ഒക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പ്രോപ്പർട്ടിയൊക്കെ നിങ്ങൾ വിൽക്കാനായിട്ട് കുറേ നാളുകൾ കൊണ്ട് നിങ്ങൾ വില പേശി നിങ്ങൾ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സമയം അതിന് നല്ല ലാഭത്തിൽ വിൽക്കുന്നതിനുള്ള ഒരു സാധ്യത ഈ മാസം ഉണ്ട്. ജൂലൈ 28 അതിന് അകം നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇതിൽ നിന്ന് നല്ല ഒരു ലാഭം കിട്ടുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത്. 12ാം ഭാവത്തിൽ
വ്യാഴൻ്റെ ഒപ്പം സൂര്യൻ വരുന്നു. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് തീർത്ഥയാത്ര ചെയ്യുന്നതിനുള്ള നല്ല ഒരു സമയമാണ്. അതുപോലെ തന്നെ വ്യാഴം 4 മാസം ഈ 12ാം ഭാവത്തിൽ തന്നെയായിരിക്കും. ഈ സമയം വിദേശത്തു നിന്നും സംബന്ധിച്ച വിദേശ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള സമയമാണ്. അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ സമയം കംപ്ലീറ്റ് ചെയ്യുക. ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉദര സംബന്ധിച്ച വയറുവേദന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ദഹന പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത, അതുപോലെ തന്നെ അലർജി വരാനുള്ള സമയം, ജലദോഷം, തുമ്മൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പുറത്തുള്ള ഭക്ഷണം ഒഴിവാക്കുക. പുറത്ത് പോകുമ്പോഴത്തേക്കും മാസ്ക് ഇട്ടുകൊണ്ട് പോവുക. പിന്നെ പ്രാർത്ഥനയും മനസ്സിൻ്റെ സമാധാനവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ നാമജപം നിങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും. ഇന്നത്തെ വാസ്തു ടിപ്പ്: നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് എന്ന് പറയുന്നത് ഈശാനകോൺ, വാസ്തുപുരുഷൻ്റെ തലയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ എപ്പോഴും ശുചിയായിട്ട് തന്നെ വയ്ക്കുക. അവിടെ വേസ്റ്റുകളൊന്നും ഇടാതിരിക്കുക. എപ്പോഴും ക്ലീനാക്കി വയ്ക്കുക. ഇതാണ് ഇന്നത്തെ വാസ്തു ടിപ്പ്. അപ്പോൾ ഇതാണ് കർക്കിടക രാശിക്കാരുടെ ജൂലൈ 2025 പ്രധാന ഫലങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം സമാധാനവും ശുഭഫലങ്ങളും നിറയട്ടെ. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഒരു കമൻ്റ് ഇടാനും, അതുപോലെ പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കേണ്ട. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണ.